എന്ത് പ്രശ്നമുണ്ടായാലും എല്ലാം സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ കിച്ചു എന്ന രാഹുലിന്റെ തലയിലേക്ക് വന്നിരിക്കുകയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സന്നദ്ധ സംഘടന വെച്ചുകൊടുത്ത വീടിന്റെ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് രേണു ചെയ്ത വീഡിയോ വളരെയധികം വിവാദങ്ങളാണ് സൃഷ്ടിച്ചത്. അതോടുകൂടി അവർ തന്നെ അത് റിപ്പയർ ചെയ്തു കൊടുത്ത് എല്ലാം പരിഹരിച്ചു. ഇപ്പോൾ ഇതാ വീണ്ടും ആ വീടിനെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പുതിയൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടതും കിച്ചു തന്നെയാണ്. സുധിലയം എന്നെഴുതിയ ബോർഡ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുകയാണ് സന്നദ്ധ സംഘടന. ബോർഡ് മാറ്റാനായി തന്റെ വർക്കേഴ്സിനെ ഫിറോസ് അയച്ചപ്പോൾ രേണുവിന്റെ പിതാവ് എതിർത്തു. ഏറെ നേരം വാശി പിടിക്കുകയും ചെയ്തു. അവസാനം ഫിറോസ് സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. സമ്മതം വാങ്ങിയ ശേഷമാണ് ബോർഡ് നീക്കം ചെയ്തത്. ഇതേക്കുറിച്ച് ഫിറോസ് വിശദീകരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ വീട്ടിൽ ഞങ്ങളൊരു ബോർഡ് വെച്ചിരുന്നു. സുധിലയം ഗിഫ്റ്റഡ് ബൈ KHDC എന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. രേണുവിന്റെ നിർബന്ധപ്രകാരമാണ് അന്ന് ഞങ്ങൾ അങ്ങനെ ഒരു ബോർഡ് വെച്ചത്. നിങ്ങളുടെ ഒരു കയ്യൊപ്പ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ വെച്ചത്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ബോർഡ് ഞങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനായി വർക്കേഴ്സിനെ പറഞ്ഞയച്ചപ്പോൾ രേണുവിന്റെ പിതാവ് സമ്മതിച്ചില്ല. കിച്ചു സമ്മതിച്ചാൽ റിമൂവ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കിച്ചുവിനെ വിളിച്ച് സംസാരിച്ചു. ആ ബോർഡ് ചർച്ചാ വിഷയമാകുന്നുണ്ട്. അതിനാൽ അത് നീക്കം ചെയ്ത് സുധിലയം എന്ന് മാത്രം എഴുതിയ ബോർഡ് വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ കിച്ചു സമ്മതിച്ചു. അതുപോലെ രേണുവിനും കുടുംബത്തിനും എതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട്. എന്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയതിനെതിരെയുള്ള നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബിഷപ്പ് നോബൽ ഫിലിപ്പും അവർക്കെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും ഫിറോസ് പറഞ്ഞു. സുധിലയത്തിൽ രേണുവും മാതാപിതാക്കളും മകനുമാണ് താമസം. മൂത്ത മകൻ കിച്ചു സുധിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിലാണ് താമസം. നിർമ്മിച്ച് 1 വർഷം പോലും പൂർത്തിയാകാത്ത വീടിന് ചോർച്ചയുണ്ടെന്ന് രേണുവാണ് ആദ്യം മീഡിയയോട് വെളിപ്പെടുത്തിയത്. വീട്ടിൽ സ്ഥാപിച്ചിരുന്ന ഫാൻ തകർന്നു വീണെന്നും വാഷ് ബേസിൻ ഇളകി വീണെന്നും തേപ്പും പെയിന്റും ഇളകിയെന്നും രേണുവും കുടുംബവും ആരോപിച്ചിരുന്നു. അത് പിന്നീട് ഫിറോസ് തന്നെ പണിക്കാരെ അയച്ച് പരിഹരിച്ചു കൊടുത്തു. എന്നാൽ രേണുവും കുടുംബവും പറഞ്ഞ വാക്കുകൾ ഫിറോസിന്റെ കമ്പനിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു.